ഇത് ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷനാണ് തുടങ്ങുക. ഇപ്പം ട്രിവാൻഡ്രം സെൻട്രൽ അവിടുന്ന് തുടങ്ങുക. ഇത് ഫസ്റ്റ് സ്റ്റേഷൻ എയർപോർട്ട്, ട്രിവാൻഡ്രം എയർപോർട്ട്. അത് ഞാൻ തരാം കേട്ടോ, ആവശ്യമില്ല. പിന്നെ വർക്കല. ഞാൻ വായിക്കാനുള്ള കാര്യം എന്താ അറിയുക, അത് വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം നാട്ടുകാർക്കും കേരളത്തിൽ വളരെ കുറവായുള്ള റൂട്ട് എടുത്തിരിക്കണം. വർക്കല, പിന്നെ കൊല്ലം കഴിഞ്ഞ് കൊട്ടാരക്കര. അവിടെ നിന്ന് റെയിൽവേ ലൈനില്ല. കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം. പണ്ട് നേരെ കോട്ടയത്താണ് പോയത്. ഇപ്പോഴുള്ള ലൈനിൻ്റെ കൂടെ ഇത് വ്യത്യാസമുണ്ട്. കോട്ടയത്ത് നിന്ന് വൈക്കത്ത് നിന്ന് എറണാകുളം. എറണാകുളത്ത് ബൈപ്പാസ് ലൈനിലാണ് നാഷണൽ ഹൈവേ. അതിൻ്റെ അടുത്ത വരിക. ആ പാലാരിവട്ടം ബ്രിഡ്ജിൻ്റെ അടുക്ക വരും. അവിടെയാണ് എറണാകുളം വരിക. ആ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ പലതും നോക്കണം. മെട്രോയുടെ കൺസൾട്ട് ഇത് വേണം, വാട്ടർ മെട്രോ ആയിട്ടുള്ള ഇത് വേണം. ആൾക്കാർക്ക് എളുപ്പത്തിൽ പോകാനുള്ള സൗകര്യം വേണം. അത് നോക്കിയേ ചെയ്തു. എറണാകുളം കഴിഞ്ഞാൽ ആലുവ കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട്. അത് കഴിഞ്ഞാൽ തൃശ്ശൂർ കഴിഞ്ഞാൽ കുന്നംകുളം. പണ്ട് കുന്നംകുളം കഴിഞ്ഞാൽ എടപ്പാൾ. പൊന്നാനിക്കാർ വളരെ എടപ്പാൾ കഴിഞ്ഞാൽ തിരൂർ കഴിഞ്ഞാൽ മലപ്പുറം കരിപ്പൂർ എയർപോർട്ട്. മലപ്പുറത്തേക്ക് ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഇത് വരും കരിപ്പൂർ എയർപോർട്ടിലാട്ടോ. എയർപോർട്ട് കൊണ്ടൊക്കെ മലപ്പുറം ടൗണിൽ അധികം ദൂരമൊന്നുമില്ല. പിന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അടുക്കുകയും കൊയിലാണ്ടി, വടകര, തെളിച്ചേരി, കണ്ണൂർ വരെ ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനുള്ള കാരണം കണ്ണൂരിൽ നിന്ന് കാസർഗോഡിലേക്ക് 82 കിലോമീറ്റേഴ്സാണ്. ഞങ്ങൾ അന്ന് സർവേ ചെയ്തപ്പോൾ ഞങ്ങളുടെ സർവേ കണ്ടത് കാസർഗോഡ് നിന്ന് ആകെ മാക്സിമം 150 പീപ്പിളെ ട്രാവൽ ചെയ്യാറുള്ളത്. ഈ 150 പീപ്പിളിന് വേണ്ടി 100 കിലോമീറ്റേഴ്സ് ഹൈസ്പീഡ് അറേഞ്ച് ചെയ്യുമോ? ഹൈസ്പീഡിൻ്റെ കോസ്റ്റ് ഏകദേശം പറയാം. അതിൻ്റെ കോസ്റ്റ് 200 crores per കിലോമീറ്ററാണ്. എല്ലാം ചേർത്തിട്ടുള്ളൂ. ലാൻഡ്, ട്രാക്ക്, സിഗ്നലിങ്, ഇലക്ട്രിഫിക്കേഷൻ, പിന്നെ വണ്ടികൾ എല്ലാം ഏവറി ചെയ്താൽ വരിക. ഈ 150 പീപ്പിളിന് വേണ്ടി ഇത്ര പറഞ്ഞ പോകാം. അപ്പോൾ വേണ്ട, പിന്നെ വേണമെങ്കിൽ ചെയ്യാം. ആവശ്യമായിട്ട് ചെയ്യാം. കാസർഗോഡ് ചെന്നിട്ടാം, കാസർഗോഡ് മംഗലാപുരം നേട്ടാം, വേണ്ടി വന്നാൽ ബോംബെക്ക് നേട്ടാം. അങ്ങനെയാണ് ഞങ്ങൾ അത് സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഈ ലൈൻ വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ടൈം വിൽ ബി 1 hour 20 minutes. അത്രയേ ഉള്ളൂ. 1 hour 20 minutes. തിരുവനന്തപുരം ടു കോഴിക്കോട് 2 hours 30 minutes. തിരുവനന്തപുരം ടു കണ്ണൂർ 3 hours 15 minutes. ഇങ്ങനെ എത്ര വേഗത്തിൽ പോയിട്ട് വരാം. ആവറേജ് സ്പീഡ് ഞങ്ങളിത് ഇതിൽ പറയാം, റെയിൽവേ ഇതിൽ പറയാം ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് അതിന് പറയാം. രണ്ട് സ്പീഡ്. ഒന്ന് ആവറേജ് മാക്സിമം സ്പീഡ്, ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ്. ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് പറഞ്ഞാൽ ട്രെയിനിൽ നിൽക്കുന്ന സമയം ആക്സിലറേഷൻ, ഡീസലറേഷൻ ഒക്കെ എടുത്തിട്ടാണ്. അത് 135 കിലോമീറ്റേഴ്സ് വരും ആവറേജ്. ടു സ്റ്റാർട്ട് വിത്ത് ട്രെയിൻ 8 കോച്ച് ഉണ്ടാവും സ്റ്റാർട്ട്. പിന്നെ അത് വേണമെങ്കിൽ 12 കോച്ചാക്കാം, മാക്സിമം 16 കോച്ചേ മാക്സിമം പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ ഇതാക്കി.
ഈ ട്രെയിനും ഈ സിഗ്നലിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം എല്ലാം ഇപ്പം തന്നെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഈ കോച്ചസ് മാനുഫാക്ചർ ഇപ്പോൾ വന്ദേ ട്രെയിൻസ് മാനുഫാക്ചറുമായി ഈ കോച്ച് പ്രവർത്തനമില്ല. ഇതിൽ ഒരു 8 കാർ ട്രെയിൻ, ഈ ഹൈ സ്പീഡ് ട്രെയിനിൽ ഒരു വ്യത്യാസം, അതിനാർക്കും നിന്ന് പോകാൻ പാടില്ല, എല്ലാവരും ഇതിലേ പോകാൻ പാടില്ല. അതിൻ്റെ ആക്സിലേറ്ററൊക്കെ ചാർജ് പോകും, എല്ലാവരും സീറ്റഡാകും. അപ്പോൾ 8 കോച്ച് ട്രെയിനിൽ 560 പാസഞ്ചേഴ്സിന് പോകാൻ ടൈം 560. ഇതിൻ്റെ സിഗ്നലിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ എവറി 3 minutes ഇഫ് യു വാണ്ട് യു ക്യാൻ റൺ ട്രെയിൻ. ഞങ്ങൾ ആലോചിക്കുന്നത് ടു സ്റ്റാർട്ട് വിത്ത് എവറി 15 minutes, ഡിമാൻഡ് വന്നാൽ എവറി 10 minutes, പിന്നെ വേണമെങ്കിൽ എവറി 5 minutes അങ്ങനെ ഓടിക്കാം. മെട്രോ ഓടിക്കണമായി എങ്ങനെ വേണമെങ്കിൽ ഓടിക്കാം. ഞങ്ങൾ ഇപ്പോഴത്തെ ഇത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് നമ്മളിൽ 200 crores per kilometer വരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 86,000 crores ആയിരിക്കും. 86,000 crores. പക്ഷേ എല്ലായ്പ്പോഴും ഞങ്ങൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അല്ല നോക്കുക, കംപ്ലീഷൻ കോസ്റ്റ്. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 7 കൊല്ലം 8 കൊല്ലം 15 കൊല്ലം അപ്പോഴത്തെ കോസ്റ്റ് എന്താണ്, അതാണ് അപ്പം നമുക്ക് ഭാരമായിട്ട് വരിക. കംപ്ലീഷൻ കോസ്റ്റ് 1 lakh crores വരിക. ഇന്ന് നിങ്ങളെ കാണാൻ പ്രത്യേകിച്ചൊരു കാരണം, ഈ സിൽവർ ലൈൻ നാട്ടുകാർക്ക് പാസ് ചെയ്ത് പോലെ ആൾക്കാർക്ക് പേടിയായി പറയും, ഞങ്ങളുടെ ലാൻഡിൽ പോവുക, എന്തൊക്കെ ഉറപ്പായിട്ടാവുക. എല്ലാം അപ്പോസിറ്റായിട്ടല്ലോ. നിങ്ങൾക്കറിയാലോ, കേരള അതായത് എത്ര ആൾക്കാർ അറസ്റ്റ് ചെയ്തു, എത്ര പോലീസ് ലാത്തി ചാർജ് കൊണ്ടുപോകും, ഇങ്ങനത്തെ കുഴപ്പമുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഞങ്ങൾ 2 കാര്യങ്ങൾ ആലോചിക്കണം. ഒന്നാമത്, ലാൻഡ് അക്വിസിഷൻ വിൽ ബി ദ മിനിമം. ഇറ്റ് വിൽ ബി ഓൺലി 1/3 ഓഫ് വാട്ട് കേരള ഈസ് ഡൂയിങ്, 1/3. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഒരു 70% എലിവേറ്ററാണ്. ലെങ്ത് കൂടെയല്ല, ലാൻഡ് കൂടില്ല, 70%. പിന്നെ 20% തടലാണ്. പിന്നെ 5 or 10% ലെങ്ത്തുണ്ടാവും. ഇപ്പം ടണലാണെങ്കിൽ ലാൻഡിൻ്റെ ആവശ്യമില്ല. ടണലിൽ പോകണമെങ്കിൽ ആ സ്റ്റേഷൻസ് ബിൽഡ് ചെയ്യുമ്പോൾ മാത്രം വേണ്ടി വരും. അത് കഴിഞ്ഞാൽ മൂടിയാൽ പിന്നെ പറഞ്ഞു പോകാം. എലിവേറ്റർ ആകുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ, ആ 25 മീറ്റർ വീതിയിൽ ലാൻഡ് എടുക്കൊണ്ടു, ആ ലാൻഡ് ഏറ്റെടുത്തിട്ട് അത് അക്വയർ ചെയ്ത് തരും. അത് ഏറ്റെടുത്തിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുക. എലിവേറ്ററുകളൊക്കെ പില്ലറായിരിക്കുക. കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ഈ പില്ലറിന് വേണ്ടി ഇത്ര ലാൻഡ് ആവശ്യമില്ല. സർപ്ലസ് ലാൻഡ് ആരെല്ലാം ലാൻഡ് മേടിച്ച് അലക്കൻ്റെ പണിക്ക് കൊടുക്കാം. യു ഗിവൺ ബാക്ക് ടു ഹിം ഓൺ എ ലീസ് കണ്ടീഷൻ. ലാൻഡ് വിൽ ബി വിത്ത് റെയിൽവേസ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പഴയ ഓർഡർക്ക് എപ്പോൾ വേണ്ടി അത് യൂസ് ചെയ്യാം. വിത്ത് സർട്ടൻ ചില കണ്ടീഷൻ വയ്ക്കുമ്പോൾ അവിടെ വീട് കെട്ടാൻ പാടില്ല, വലിയ വലിയ ഉയരമുള്ള മരങ്ങൾ നടാൻ പാടില്ല, തെങ്ങ്. അത് കൃഷി ചെയ്യാം, പച്ചക്കറി കൃഷിയോ നെൽകൃഷിയോ, ഗ്രേസിങ് പശുക്കളൊക്കെ ആക്കാൻ, അതിന് അവർക്ക് പണിക്ക് കൊടുക്കാം. ഓൺ എ നോമിനൽ ഇത് റെൻറ്റിൽ. അതുകൊണ്ടാണ് അവരെ തൃപ്തിപ്പെടുത്താൻ തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ 95% of the people will not oppose our land acquisition. എൻ്റെ ബോധ്യം. ഓപ്പോസിഷനിൽ അവർ സഹകരണം നടത്തി അതിനുള്ള അതിനുള്ള റെമഡി കാണണം. ആ റെമഡി കാണാൻ എനിക്കൊരു പരിഭവമായ ഇതുമില്ല. കാരണം ഞാൻ കൊങ്കൺ റെയിൽവേ ചെയ്യുമ്പോൾ കൊങ്കൺ റെയിൽവേ 40,000 people അഫക്റ്റഡ്. 40,000 പീപ്പിളിന് ലാൻഡ് എടുക്കേണ്ടി വന്നു. ഞങ്ങൾക്കൊരു വർഷം ഉണ്ടായില്ല. ഒരു കൊല്ലത്തുള്ളിൽ ലാൻഡെല്ലാം എടുത്തു. ചില അക്വിസിഷൻ ചില കൺസെൻറ്റ് ലെറ്റർ എടുത്തു, അവരെ സമ്മതം മേടിച്ചു, ഞങ്ങൾ അതേ ചെയ്യാൻ പോവാം. അതുകൊണ്ട് നാട്ടുകാർക്ക് വലിയ വിഷമില്ലാതെ മാനേജ് ചെയ്യാൻ ചെയ്യുന്നു.
അതിന് അതിൽ വിഷമമുണ്ടെങ്കിൽ അവരെ സംസാരിച്ച് അവർക്ക് എല്ലാ കുഴപ്പം എന്താ സങ്കടം അതിന് ഞങ്ങൾ പരിഹാരം കാണും. വളരെ സിമ്പത്തിക് ആയിട്ട് പോലീസിനെ വിളിച്ച് അടിച്ചു മാറ്റാനോ അതൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഈ ഫണ്ടിങ്, ഇതിൻ്റെ ഫണ്ടിങ് കൊങ്കൺ റിലേയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കൊങ്കൺ റിലേ പാറ്റേണാക്കി കൊങ്കൺ റിലേ പാറ്റേൺ ഓഫ് ഫണ്ടിങ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി ഒരു കമ്പനി ഫോം ചെയ്യും. ആ കമ്പനി ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ബാലകൃഷ്ണൻ 2014 ഒരു കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ആ കമ്പനി തന്നെ മതി. ആ കമ്പനിയിൽ 51% ഷെയർ റെയിൽവേസ്, 49% ഷെയർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അങ്ങനെയാണ്. അതിൽ 60% ഓഫ് ദി കോസ്റ്റ് മാത്രമേ ഈ ഗവൺമെൻറ് എടുക്കുള്ളൂ, രണ്ട് ഗവൺമെൻറ്റും കൂടി 60%. 40% കോസ്റ്റ് ബോറോ ചെയ്യും. കോൺഗ്രസിൽ ബോറോ ചെയ്യും. കോൺഗ്രസിൽ നേരെ പാട്ടില്ല. അവിടെ ഞങ്ങൾ ഗവൺമെൻറ് തന്നിരിക്കുന്ന 30% കോസ്റ്റ്, അത് 70% കോസ്റ്റ് ഞങ്ങൾ ബോറോ ചെയ്യുക. ഇവിടെ ഞാൻ 40% കോസ്റ്റേ ബോറോ ഉദ്ദേശിച്ചുള്ളൂ, മറ്റ് ഗവൺമെൻറ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ഗവൺമെൻറ്റിനും ഏകദേശം 1 ലക്ഷം എടുക്കുകയാണെങ്കിൽ തന്നെ ഓരോ ഗവൺമെൻറ്റും ഏകദേശം 30,000 കോഴ്സാകും 5 കൊല്ലം കൊണ്ട്. ഇതിന് കംപ്ലീഷൻ 5 കൊല്ലം കൊണ്ടാണ് തീർക്കുന്നത്. അപ്പോൾ ഓരോ കൊല്ലം 6,000 രൂപ വേണ്ടി തരേ കൊടുക്കും. അത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. റെയിൽവേക്ക് ബുദ്ധിമുട്ടില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് പല വഴികളും കാണാം, അങ്ങനെ കാണാം. അപ്പോൾ ഞാൻ GPR വർക്ക് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത് വർക്ക് ആക്റ്റീവായി സ്റ്റാർട്ട് ചെയ്യും. സ്ഥലത്ത് പോകുന്നത് ഇല്ല. ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് है 200 crores per kilometer. ഇത് 430 കിലോമീറ്റർ നീളം. കണ്ണൂർ 430 കിലോമീറ്റർ. അപ്പോൾ 86,000 ആയിരിക്കും ആക്ച്വലി കോസ്റ്റ്. പക്ഷേ പണി നോക്കുമ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ, കഴിയുമ്പോൾ ജാസ്തിയായിട്ട് വരും. പണി കഴിയുമ്പോൾ അത് 1 ലക്ഷം 1 ലക്ഷത്തിലുള്ള ധനം നമുക്ക് സമ്പാദിക്കണം. ആ 1 ലക്ഷത്തിൽ 60,000 മാത്രം രണ്ട് ഗവൺമെൻറ്റും കൂടി എടുക്കുക, 40,000 നമ്മൾ ബോറോ ചെയ്യും. കോൺഗ്രസ് ചെയ്ത മാതിരി ഈ 60,000-ൽ 30,000 സെൻട്രൽ ഗവൺമെൻറ്, 30,000 സ്റ്റേറ്റ് ഗവൺമെൻറ്. അത് 5 കൊല്ലാണ് ഇത് കംപ്ലീഷൻ പീരീഡ്. അപ്പോൾ ഓരോ കൊല്ലം 5,000 രൂപ വീതം തരേണ്ടി വരും. അതാണ്. ഇനി ഈ ഹൈ സ്പീഡ് കൊണ്ട് എന്താണ് ഇത്ര പണമൊക്കെ ചിലവാക്കി എന്തിനാണ് ഇത്ര പണം ചിലവാക്കണം എന്നെല്ലാം പലരും ചോദിക്കും. ഞാൻ ഡൽഹി മെട്രോ സ്റ്റാർട്ടിപ്പോൾ അവിടെ ചീഫ് സെക്രട്ടറിയോട് പറയുകയാണെന്ന്, എന്തിനാണ് ഈ ഇത്ര പണം ചിലവാക്കിയുള്ള മെട്രോക്ക എന്ന ആവശ്യമില്ല, ഞാൻ ലാസ്റ്റ് ബസ് ഇട്ട് റോഡിലിട്ടാൽ പോലെ. ഇപ്പം എന്താണ്ടായത് ഇതിപ്പോൾ തന്നെ ഇവിടെ വരാൻ പോകുന്നത്. കേരളയിലെ റോഡ്സ് ആർ ടെറിബിളി കൺജസ്റ്റഡ്. ഇതിന് ഹൈ ഡെൻസിറ്റി പോപ്പുലേഷൻ ഇന്ത്യയിൽ ഉണ്ട്. ഇത് മാത്രമല്ല, എനിക്ക് സർപ്രൈസ് നോ, കേരളത്തിൽ ഒരു ദിവസം 10 to 12 10-12 ആൾക്കാർ ആ ഫെറ്റാലിറ്റി മരിക്കുക റോഡ് ആക്സിഡൻറ്റ്. അത് ഒരു കൊല്ലത്തിൽ കേരളത്തിൽ 40,000 റോഡാക്കി വെച്ചാൽ 40,000 ആൻഡ് 10 to 12 ആൾക്കാർ മരിക്കും ദിവസമാണ്.
ഇങ്ങനെയുള്ള ഈ ഹൈ സ്പീഡ് വന്നിട്ടുണ്ടെങ്കിൽ പലരും ട്രെയിനിൽ കൂടെ യാത്ര ചെയ്യുക, പലരും ഈ 4000 ചെയ്യുന്ന ആൾക്കാർ ഒരു കൊല്ലത്ത് മരിക്കുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് 2000 ലൈഫ്സ് വിൽ സേവ്. മരണത്തുനിന്ന് ഈ ട്രെയിനിൻ്റെ ആൾക്കാർ ട്രെയിനിലല്ലേ പോകുള്ളൂ, പിന്നെ അത് ആവശ്യമില്ലല്ലോ. ഈ മോട്ടോർ വെഹിക്കിളാണ് ജാസ്തി ആക്സിഡൻറ്റ്. കാരണം ദേർ ഷുഡ് ബി ടെംപ്റ്റഡ്, അട്രാക്റ്റ് ചെയ്യണം, ട്രെയിനിലേക്ക് അട്രാക്റ്റ് ചെയ്യണം. എങ്ങനെ ട്രെയിനിലേക്ക് അട്രാക്റ്റ് ചെയ്യുക? ട്രെയിൻ ഷുഡ് ബി നല്ല ട്രെയിൻസ് ആയിരിക്കണം. പങ്ക്ച്വാലിറ്റി, എല്ലാവരുടെയും പങ്ക്ച്വാലിറ്റി വലിയ കാര്യം. ഈ ഭക്ഷണം കൊടുക്കണം ഇരിക്കണം അതല്ല, ട്രെയിൻ പങ്ക്ച്വലായി പോയാൽ 80% പീപ്പിൾ ആർ സാറ്റിസ്ഫൈഡ്. അങ്ങനെ കൊണ്ടുപോകണം, അത് സാധിക്കും ഈ ട്രെയിനിൽ. ഐ എം എക്സ്പെക്ടിങ് 2000 ലൈഫ്സ് വിൽ ബി സേവ്ഡ് പെർ ഇയർ. പിന്നെ നോ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. ട്രെയിൻ ആയതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഇല്ല. പിന്നെ ഒരു കാര്യം, ദി കോസ്റ്റ് ഓഫ് ക്യാരി എ പാസഞ്ചർ. ഒരു പാസഞ്ചറെ ട്രെയിനിൽ കയറുന്നതും ഒരു പാസഞ്ചറെ ബസ്സിലോ കാറിലിട്ടാലും ദി ഡിഫറൻസ് ഇൻ കോസ്റ്റ് ടു ദ നേഷൻ. 1/3 കോസ്റ്റേ വേണ്ടു ട്രെയിനിലാണെങ്കിൽ, 1/3 കോസ്റ്റേ വേണ്ടു. അപ്പോൾ എന്ത് ലാഭമായിരിക്കും? ആൻഡ് പെട്രോൾ ഡീസൽ സേവ് ചെയ്യാതുകൊണ്ട് ഇവരൊക്കെ ഞങ്ങളുടെ കണക്കിൽ ഈ ബുക്കിൽ തരാം. അന്ന് തന്നെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന 1 lakh tons of diesel oil can be saved every year for India. ഈ ഒറ്റ ലൈൻ കൊണ്ട് 1 lakh tons of diesel. നോ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. അതുകൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അവരെ ആൾക്കാരെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യണം. അട്രാക്റ്റ് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഫെയർ അഫോർഡബിൾ ആയിരിക്കണം. ആൾക്കാർ വലിയ ഫെയർ കൊടുത്താൽ ആരും പോയില്ല. മാക്സിമം ഇപ്പോൾ ഉള്ള ട്രെയിനിൻ്റെ ഒരു 1.5 ഇരട്ടി മാക്സിമം. ഇപ്പോൾ അവർ 10 രൂപയ്ക്ക് ആൾക്കാർ 15 രൂപയ്ക്ക് ആൾക്കാർ ഈ സൈഡ് പോകും. അതെല്ലാ സിറ്റികളും കേട്ടോ, എല്ലാവർക്കും സിറ്റികളുള്ളൂ. 2 ഇതുണ്ടാവും, ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും, പിന്നെ ബിസിനസ് ക്ലാസ്സും നോർമൽ ക്ലാസ്സും ഉണ്ടാവും. ആ ഫെയർ വളരെ ചുരുക്കണം. അത് ഫെയർ ചുരുക്കണമെങ്കിൽ കോസ്റ്റ് ചുരുക്കണം, പണി വേഗം നോക്കണം, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ കേരളത്തിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. DMRCൻ്റെ വിലയിൽ തോന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം നിങ്ങൾക്ക് സെറ്റാക്കി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എല്ലാവർക്കും. ഞാൻ പറഞ്ഞിട്ട് ചുരുക്കണം എല്ലാം. ആ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിപ്പൂരിൽ നിന്ന് മലപ്പുറത്ത് എത്ര ദൂരമുണ്ട് ശരിക്കും? മലപ്പുറത്തേക്കോ? ഓഹോ, ഇത് ഇല്ല, കണക്ഷനില്ല. ഇല്ല, ഇപ്പോഴുള്ള ഇതൊന്നും ഈ സ്റ്റാൻഡേർഡ് ഗേജാണേ. സ്റ്റാൻഡേർഡ് ഗേജ് ഇപ്പോഴൊക്കെ ബ്രോഡ് ഗേജ് അല്ലേ ഒന്നാമത്, സ്റ്റാൻഡേർഡ് ഗേജ്. പിന്നെ ബ്രോഡ് ഗേജിൽ ഗുഡ്സ് ട്രെയിൻസ് ഓടുന്നുണ്ട്. ഈസ് മോസ്റ്റ് ഡേഞ്ചറസ്. അതാണ് പ്രത്യേകിച്ച് കേരളയിൽ ചെയ്ത അഭിജാതാണ്. ഗുഡ്സ് ട്രെയിൻസിന് ഓടിക്കും, വളരെ ഡേഞ്ചറസ് ആണ്. ഗുഡ്സ് ട്രെയിൻ ഇത്ര ഹൈ സ്പീഡിലെ ഗുഡ്സ് ട്രെയിൻസും മറ്റേ ട്രെയിൻ കൂടി ആയാൽ ആക്സിഡൻറ്റ് ഷുഗറാണ്. മാത്രം ഡബിളായി എന്തൊക്കെ ഒക്കെ ചോദിച്ചോളൂ, എന്തൊക്കെ സംശയമായിട്ട്. അതാണ് ഇപ്പോഴത്തെ ട്രെയിനിൻ്റെ കൂടെ. അതാ
ഈ ട്രെയിൻ 2 minutes കൊണ്ട് മെർസസ്പെഡ് എത്തും. 2 minutes ഉള്ളൂ. 1.5 minutes ബ്രേക്കിംഗ് ചെയ്യും. അപ്പോൾ എന്നിട്ട് ഒരു 4 minute ഫുൾ സ്പീഡിൽ ഓടുന്നു. അത്രേ വേണ്ടൂ. നാട്ടുകാർ പോരായിട്ട് വരണ്ടേ? ഇല്ല ഇല്ല, അതിനാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് ഭൂമി എടുക്കൽ വളരെ കുറച്ചേ എടുക്കുള്ളൂ. എടുക്കുമ്പോൾ അവർക്കൊരു അഷ്വറൻസ് കൊടുക്കും, ന്യായമായ വില കിട്ടും. അതിന് പുറമെ പണി കഴിഞ്ഞാൽ മടക്കി കൊടുക്കുക. അവർ കഴിഞ്ഞാൽ ഭൂമി അവർ കഴിഞ്ഞാൽ എടുക്കാൻ വേണമെങ്കിൽ പണി കഴിഞ്ഞാൽ തൂണ് മാത്രമേ ഉണ്ടാവും. വീടുകളുള്ള ഭാഗത്ത് ഭൂമിയാണ് അവിടെ കടി ഭൂമി അവിടെയാണ് ടണൽ വരിക. ജാസ്തി വീടുണ്ടെങ്കിൽ അടിക്കൂടെ പോകും. അടിക്കൂടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.